നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ വരിക എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫുണ്ട്. ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടവരെ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോടതിയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടവർ ശിക്ഷിച്ചിട്ടുമില്ല. കോടതിയാണ് അൾട്ടിമേറ്റ്. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. നീതി ലഭിച്ചു എന്ന് കരുതുന്നു. കാരണം 10 പ്രതികളെ അല്ല, അത് പിന്നെ 12-ാം തീയതി അല്ലേ, ഇനിയിപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള വാദം നടക്കുകയല്ലേ. അപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളാണ്. ശിക്ഷിക്കപ്പെട്ട ആളും ശിക്ഷിക്കപ്പെട്ടതല്ല, ഇത്രയും കാലം ശിക്ഷ അനുഭവിച്ച ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ സത്യം പുറത്തു വരും, അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരട്ടെ എന്നുള്ളതായിരുന്നു നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കോടതിയിൽ നിന്നും നമ്മൾ കോടതിയെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കോടതിയാണ് അൾട്ടിമേറ്റ് എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുള്ള നീതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നത്. അതെനിക്ക് നമുക്ക് ഒരു വ്യക്തിയെ നമ്മൾ കീറി മുറിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആലുവക്കാരനാണ്. ദിലീപേട്ടൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരാളാണ്. എന്നെ ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ മിമിക്രി മത്സരത്തിന് പോകുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ മിമിക്രി ഒരുമിച്ച് കാസറ്റുകൾ ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വളരെ നമ്മുടെ അടുത്ത സുഹൃത്ത്, നമ്മളെ അടുത്ത സഹോദരൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ വിശ്വാസം, നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. ഞാൻ സംഘടനയെ ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടാണ്. എൻ്റെ മുന്നിൽ കൂടി ബൈക്കിന് നടന്നു പോകുന്നതും ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതും ബൈക്കിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു പാതകം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സംഘടനയാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളല്ല. അല്ല, അത് ഇനിയിപ്പോൾ ജനറൽ ബോഡിക്കേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. യോഗം ചേർന്നിരുന്നല്ലോ. അതെ. അല്ല, അത് അതിൻ്റെ ബന്ധപ്പെട്ടല്ല, ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഞങ്ങൾ കുടുംബസംഗമവും അതുപോലുള്ള അടുത്ത ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് കൂടിയതല്ലേ ഇന്നലെ കൂടി. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരു പശ്ചാത്തലത്തിൽ തിരിച്ചെടുക്കണമെന്നൊരു ഇത് ഉണ്ടോ? അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അല്ല, അത് ജനറൽ ബോഡിയിൽ ജനങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. പ്രത്യേകം മീറ്റിംഗ് വിളിക്കുമോ? അങ്ങനെ പ്രത്യേകം പിന്നെ അതിന് യോഗം എന്തായാലും ഉണ്ടാവും. അതിന് പ്രത്യേക മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ അതിന് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള പ്രോസസ്സ് ഉണ്ട്. ഇറങ്ങിപ്പോയവർക്ക് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടേ നീങ്ങുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, എന്നെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയും കൂട്ടിയാൽ മകളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങുണ്ട്. അത് ദിലീപേട്ടനും മഞ്ജു അവരും കൂടിയാണ് ചെയ്തത്. ദിലീപേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുടുംബമായിട്ട് എൻ്റെ ഫാദറിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ദിലീപേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ദിലീപേട്ടൻ. അപ്പോൾ അവർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ പിതാവ് ഇപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ പിതാവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഴ്സണൽ ഇഷ്ടമല്ല, കോടതിയുടെ തീരുമാനത്തിൻ്റെ ഇതാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കുടുംബവുമായിട്ട് എൻ്റെ എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുക്കുന്ന ഒരു കുടുംബമാണത്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. നടൻ ജിനി ടോമാണ് മാതൃഭൂമിയോട് സംസാരിക്കുന്നത് ഇപ്പോൾ.